ഡോക്ടർ മോഹൻ വർഗീസ്, ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇറാനിൽ കരയുദ്ധത്തിന് പോകുന്നത് മണ്ടത്തരമാണ് എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എങ്കിൽ കൂടി ഈ അപകടമാണ് എന്നറിഞ്ഞിട്ടും ട്രംപ് ഇത്തരം ഒരു സാഹസത്തിന് മുതിരുന്നത് എന്തുകൊണ്ടാണ്? കരയുദ്ധത്തിന് പോയിടത്തെല്ലാം തിരിച്ചടി കിട്ടിയ മുൻ അനുഭവമാണല്ലോ അമേരിക്കയ്ക്ക് ഉള്ളത്. ആ അനുഭവത്തിൽ നിന്ന് അമേരിക്ക ഇതുവരെ പാഠം പഠിച്ചിട്ടില്ലേ? കരയുദ്ധം അതൊരു ഒരു 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 പ്രഹേളികയാണ്. ഇറാനിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ രാവണൻ കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് തുല്യമാണ്. ഊരിപ്പോരാനാവാത്ത ഊരാക്കുടുക്കായി മുറുക്കും തോറും കുരുങ്ങി പോകുന്ന ഒരു കുരുക്കായി, ഒരിക്കലും തലയൂരി പോകാൻ വയ്യാത്ത ഒരു കുരുക്കാകും. അതുകൊണ്ട് എൻ്റെ ഒരു ടേക്ക് ഇതാണ്: ഇറാൻ്റെ മെയിൻലൻഡിലേക്ക് അമേരിക്കൻ ഭടന്മാർ, മെറീനുകൾ പ്രവേശിക്കില്ല. എന്നാൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളത് ഖാർഗ് ഐലൻഡിലേക്കാണ്. അതുമാത്രമല്ല, UAE-യുമായി ഇറാൻ തർക്കമുള്ള ഏതാനും ചെറിയ ദ്വീപുകളുണ്ട്. അതുപോലെ ഹോർമൂസിന് സമീപമുള്ള ഒരു വലിയ ദ്വീപുണ്ട്. ഈ ദ്വീപുകളിലേക്കായിരിക്കണം അമേരിക്കൻ മെറീനുകളുടെ ശ്രദ്ധ. ആ ദ്വീപുകൾ പിടിക്കാൻ ശക്തമായ എയറിൽ ബോംബാർഡ്മെൻറ്റിലൂടെ അവിടെയുള്ള എല്ലാ ഇറാനിയൻ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ കഴിയും. അത് നടക്കാത്ത കാര്യമൊന്നുമല്ല. അത് അമേരിക്കയുടെ ഫയർ പവർ കൊണ്ട്, ഇസ്രായേലിൻ്റെ ഫയർ പവർ കൊണ്ട് തീർച്ചയായും നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് ആ പ്രദേശത്തേക്ക് നിരന്തരമായി ഷെൽ വർഷം ഉണ്ടാകും, നിരന്തരമായി മിസൈൽ ആക്രമണം ഉണ്ടാകും ഇറാൻ്റെ കരയിൽ നിന്നുകൊണ്ട്. പക്ഷേ ആ പ്രദേശത്തെ പിടിമുറുക്കുകയും അവിടെ ചുവടുറപ്പിച്ചുകൊണ്ട് ഇറാൻ്റെ എണ്ണ വിഭവങ്ങളിൽ മേൽ പിടിമുറുക്കുക, ഇതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ തന്ത്രം എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്. ഖാർഗ് ഐലൻഡ് വഴിയാണ് ഇറാൻ്റെ എണ്ണയുടെ 90% പുറം ലോകത്തേക്ക് എത്തുന്നത്. അതിനർത്ഥം ഖാർഗ് ദ്വീപിലാണ് ഈ എണ്ണ ഉത്പാദിപ്പിക്കുന്നത് എന്നർത്ഥമില്ല. ഖാർഗ് ദ്വീപ് നമുക്കറിയാമല്ലോ, പല ആവർത്തി നമ്മൾ സംസാരിച്ചതുമാണ്. ഇറാൻ്റെ മെയിൻ ലാൻഡിൽ നിന്നും ഏതാണ്ട് 25 കിലോമീറ്റർ തെക്കുമാറി പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. ഏതാണ്ട് 30 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ചെറിയ ഒരു ദ്വീപാണ്. അത് ഹോർമൂസിൽ നിന്നും ഉള്ളിലേക്ക് കടന്നു കയറിയാണ്. ഹോർമൂസിൽ നിന്നാണ് 480 കിലോമീറ്റർ ഉള്ളിലാണ്, പേർഷ്യൻ ഗൾഫിനുള്ളിലാണ് ഈ ദ്വീപ്. അതുകൊണ്ട് ഹോർമൂസ് കടക്കാതെ, കടൽ വഴി ഹോർമൂസ് കടന്നു വരാതെ ഖാർഗ് ഐലൻഡിലേക്ക് പോകാനാവില്ല. പക്ഷേ കരമാർഗം ഇവിടുന്ന് സൗദി അറേബ്യയിൽ നിന്നോ, ഇറാഖിൽ നിന്നോ, കുവൈത്തിൽ നിന്നോ, ഈവൻ ബഹ്റിനിൽ നിന്നോ, ഖത്തറിൽ നിന്നോ ഒക്കെ കടൽ മാർഗം കപ്പലുകളിലൂടെ ആ ദ്വീപിൽ എത്തിച്ചേരാനും കഴിയും. പേർഷ്യൻ ഗൾഫ് കടന്നാൽ മതിയാകും. അപ്പോൾ ആ ഇറാൻ്റെ സമീപമുള്ള ആ ദ്വീപ് തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ഇറാൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നായി കുഴിച്ചെടുക്കുന്ന സംസ്കരിക്കാത്ത ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവരികയും വൻപൻ എണ്ണ ടാങ്കറുകളിൽ അവിടെ നിന്നും കയറ്റി വിടുകയും ചെയ്യുക എന്നതാണ് ഇറാൻ്റെ രീതി. അല്ലാതെ ഇറാൻ്റെ ഉത്പാദനം മുഴുവൻ തന്നെ ഖാർഗിലാണ് എന്നർത്ഥമില്ല. പക്ഷേ 90% വിതരണവും നടക്കുന്നത്, ഉത്പാദനം അവിടെ അല്ലെങ്കിലും വിതരണത്തിന് 90% നടക്കുന്നത് ഖാർഗ് ഐലൻഡ് വഴിയാണ്. അങ്ങനെയെങ്കിൽ അവിടം പിടിച്ചാൽ ഇറാൻ്റെ സാമ്പത്തികമായ നട്ടെല്ലൊടിയും. ഇപ്പോൾ തന്നെ കപ്പലുകൾ, ഖാർഗിൽ നിന്നും പുറപ്പെടുന്ന ഇറാനിയൻ കപ്പലുകൾ അല്ലെങ്കിൽ റഷ്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾ പുറപ്പെടാൻ തയ്യാറായാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ചൈനീസ് കപ്പലുകൾക്ക് പുറപ്പെട്ടാൽ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ കഴിയുമോ? ഇതൊക്കെ അമേരിക്ക മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഖാർഗ് ഐലൻഡിൽ നിന്നും ഒരു തുള്ളി എണ്ണ പോലും തങ്ങളുടെ അനുവാദമില്ലാതെ പുറത്തോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വഴി ഇറാൻ വൻപൻ പ്രഹരമാണ്. എന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. അമേരിക്കയുടെ പ്ലാൻ ഇതാണ്. എന്നിട്ട് ഇറാനുമായി നെഗോഷിയേറ്റ് ചെയ്യാം. എന്താണ്? നിങ്ങളുടെ ഖാർഗ് ഐലൻഡ് ഞങ്ങളിതാ പിടിച്ചിരിക്കുന്നു, മര്യാദയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കൂ, അല്ലെങ്കിൽ ഖാർഗ് തങ്ങൾ വിട്ടു തരില്ല. അപ്പോൾ ഹോർമൂസ് തങ്ങൾ അടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ നിൽക്കുമ്പോൾ ഖാർഗ് പിടിച്ചെടുത്തുകൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കയ്ക്കും ഒരു നെഗോഷിയേറ്റിംഗ് പോയിന്റ് എന്ന നിലയിലാണ്. കാരണം യുദ്ധത്തിൽ ഓൾറെഡി അടക്കിയ പ്രദേശങ്ങൾ വെച്ചുകൊണ്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ചകൾ ചെയ്യുന്നത്. അതിനുള്ള ഒരു മാർഗം എന്ന നിലയിൽ തീർച്ചയായും അവിടേക്ക് പ്രവേശിക്കാം. അവിടെ യുദ്ധവിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമേരിക്ക. കാരണം ഇറാനെ പരാജയപ്പെടുത്തിയെന്ന് അർത്ഥമില്ല. ഖാർഗ് ഐലൻഡ് ചെറിയ ഐലൻഡാണ്. ഇറാൻ ബൃഹത്തായ രാജ്യമാണ്. ഖാർഗ് ഐലൻഡിൻ്റെ 1000 ഇരട്ടി വലിപ്പമുള്ള ബൃഹത്തായ രാജ്യമാണ്. അതിൻ്റെ ഭൂമിയിലേക്ക് പ്രവേശിച്ച് ഒരു കരയുദ്ധം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ രാവണൻ കോട്ട പ്രയോഗത്തിലേക്ക് തന്നെ വരികയാണ്. ഒരു കാരണവശാലും കടന്നു കയറാൻ അമേരിക്കൻ സൈനികർക്ക് കടന്നിറങ്ങാൻ, തിരിച്ചു പോകാൻ സാധിക്കണമെങ്കിൽ ഇറാൻ വിചാരിക്കുക. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത്, നിങ്ങൾ വരൂ, കടന്നു വരൂ, ധൈര്യമുണ്ടെങ്കിൽ യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പ്ലാൻ പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും
അത് പാകിസ്ഥാൻ്റെ തെക്കൻ ഭാഗത്ത്, അതായത് ബലൂചിസ്ഥാൻ മേഖലയാണ്. അത് തന്നെ വലിയ വിഘടനവാദം നടക്കുന്ന ഒരു സ്ഥലമാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെയൊക്കെ തട്ടകമാണ്. പക്ഷേ അവിടെ സൈനിക ഓപ്പറേഷൻ അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് തെക്കൻ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ ഒരു കടന്നുകയറ്റം നടക്കാം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒരു പണി നടക്കില്ല, മറ്റു ഭാഗം ഇറാനുമായി അതിർത്തിയുള്ളത് അഫ്ഗാനിസ്ഥാനാണ്, ഒന്നും നടക്കില്ല. അപ്പോൾ അവിടെ നിന്നൊരു ആർമി പുഷ് വേണമെങ്കിൽ നടത്താൻ സാധിക്കും, ഇതിനോടൊപ്പം തന്നെ ഖാർഗ് പിടിക്കുന്നതിനോടൊപ്പം തന്നെ. പക്ഷേ ഒരു ഹാർട്ട്ലൻഡ് ഇറാനിലേക്ക് അവിടെ നിന്നും കടന്നു കയറാനാവില്ല. പീഠഭൂമികൾ, മരുഭൂമികൾ, മലനിരകൾ എല്ലാം കടക്കേണ്ടി വരും ടെഹ്റാനിലേക്ക് എത്തണമെങ്കിൽ. അങ്ങനെ ടെഹ്റാനിൽ എത്തണമെങ്കിൽ പറ്റുന്നത് വടക്ക് നിന്നുകൊണ്ട്, അതായത് ഈ ഇറാഖിൻ്റെ കിഴക്കൻ പ്രദേശം അത് ഖുർദുകളുടെ മേഖലയാണ്. ഇപ്പോൾ ഖുർദുകൾ അമേരിക്ക അനുകൂല ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇസ്രായേൽ അനുകൂല, അമേരിക്കൻ അനുകൂല ഒരു നിലപാടാണ്. ഖുർദുകൾക്കൊരു സ്വതന്ത്ര പരമാധികാര രാജ്യം സ്ഥാപിക്കണമെങ്കിൽ ഇറാൻ്റെ വടക്ക് പ്രദേശത്തുള്ള ഖുർദ് മേഖല കൂടി ചേർത്തുകൊണ്ട് ഇറാഖിൻ്റെയും ഇറാൻ്റെയും സിറിയയുടെയും തുർക്കിയുടെയും ഖുർദ് മേഖലകളെല്ലാം ചേർത്തുകൊണ്ട് വിശാല ഖുർദിസ്ഥാൻ എന്ന പ്രോമിസാണ് അമേരിക്ക ഒരുപക്ഷെ ഖുർദുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രചോദിതരായി ഖുർദുകൾ സൈന്യവുമായി അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് ഇറാൻ്റെ തലസ്ഥാനം ലക്ഷ്യമാക്കി കുതിച്ചെത്തിയേക്കാം. അത് ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനായിരിക്കും. അവിടെ ഒന്നും അത്ര ഫുൾ പ്രൂഫ് കാര്യങ്ങളൊന്നുമല്ല, വൻ നാശനഷ്ടങ്ങളുണ്ടാകും. ആ പ്രദേശത്തൊക്കെ ഹെവിലി ഫോർട്ടിഫൈഡ് ആണ്, വെൽ എൻട്രൻച്ച്ഡ് ആണ് ഇറാനിയൻ ആർമി എന്നോർക്കണം. അപ്പോൾ ആ ഒരു വഴിയാണ് ആത്യന്തികമായി ഒന്നാം സ്റ്റെപ്പ് ഒരു പക്ഷേ ഖാർഗ് ഐലൻഡ് പിടിക്കുക എന്നതായിരിക്കാം. കാരണം ആയിരിക്കാമെന്നല്ല എനിക്ക് പറയാനാവൂ, ആണ് എന്ന് തെളിച്ചു പറയാൻ എനിക്ക് നല്ല ആരുടെ കയ്യിലും രേഖകളില്ല. അത് സൈനിക നീക്കങ്ങളൊക്കെ വളരെ നിർണായകമായ നീക്കങ്ങളാണ്. ഒരുപക്ഷെ ഇതൊന്നുമില്ലാതെ തന്നെ ഈ ബിൽഡപ്പ് ഒരു സൂചനയാക്കി എടുത്തുകൊണ്ട് ഇറാനുമായി മീനിങ് ഫുള്ളായി നെഗോഷിയേറ്റ് ചെയ്യാം എന്നുകൂടി അമേരിക്ക വിചാരിക്കുന്നുണ്ടാവാം. കാരണം ഇറാൻ ഓൾസോ ഇസ് എ സെൻസിബിൾ കൺട്രി. കാരണം നെഗോഷിയേറ്റ് ചെയ്യാവുന്ന ചില പോയിന്റുകൾ എത്തിച്ചേർന്നാൽ അവർക്കും ആത്യന്തികമായി ഇറാനും ആഗ്രഹിക്കില്ലല്ലോ ഉള്ള കാലം മുഴുവൻ, ഇറാൻ എന്ന രാജ്യമുള്ളിടത്തോളം കാലം മുഴുവൻ യുദ്ധത്തിലായിരിക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ലോക ജനത ആഗ്രഹിക്കുന്നില്ല. ആരും ആഗ്രഹിക്കാത്ത ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ സമാധാന ചർച്ചകൾ കൊണ്ട് മാത്രമേ കഴിയൂ. യുദ്ധം ഒരു പരിഹാരമല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു.